കിളിമാനൂരിൽ 17-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ക്രൂരമായ പീഡനത്തിനാണ് പെൺകുട്ടി ഇരയായത്. 18, 19, 20 വയസ്സ് മാത്രം പ്രായമുള്ള പ്രതികൾ MDMA ഉൾപ്പെടെയുള്ള മാരക മയക്കുമരുന്ന് ബലമായി നൽകിയാണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. പ്രണയചതിയിലൂടെയാണ് പ്രതികൾ 17-കാരിയോട് ഈ ക്രൂരത കാട്ടിയത്. കേസിലെ 2ാം പ്രതിയായ കമാൽ പെൺകുട്ടിയെ നഗ്നയാക്കിയ ശേഷം ക്രൂരമായി വലിച്ചിഴയ്ക്കുകയായിരുന്നു. തെളിവുകൾ നശിപ്പിക്കുവാൻ വേണ്ടി പെൺകുട്ടിയെ കൊന്നുകളയാൻ പോലും ഇവർ പദ്ധതിയിട്ടിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പ്രണയിച്ചവനെ വിശ്വസിച്ച പെൺകുട്ടി അനുഭവിച്ചത് മനസ്സിനെ നടുക്കുന്ന ക്രൂരതയാണ്. MDMA അമിതമായി ഉപയോഗിച്ചിരുന്ന കേസിലെ 2ാം പ്രതി മണിക്കൂറുകളോളമാണ് പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. അവളുടെ കഴുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് അവൻ ആനന്ദം കണ്ടെത്തി. അർദ്ധബോധാവസ്ഥയിലായ പെൺകുട്ടിയെയാണ് 3ാം പ്രതിയായ രാഖിൽ ഉപദ്രവിച്ചത്. പെൺകുട്ടി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിന്നാലെ എത്തിയ പ്രതികൾ പെൺകുട്ടിയെ പിടികൂടുകയായിരുന്നു. പീഡനം നടന്ന ദിവസം രാവിലെ മുതൽ പ്രതികൾ MDMAയുടെ ലഹരിയിലായിരുന്നു. ഇവർ ലഹരിക്ക് അടിമകളാണെന്നും ലൈംഗിക വൈകൃതമുള്ളവരാണെന്നും പോലീസ് പറയുന്നു. വർക്കല ഇടവ സ്വദേശി ഹുസൈനാണ് 1ാം പ്രതി. ഇൻസ്റ്റഗ്രാമിലൂടെ പ്രണയം നടിച്ച് തന്റെ വശത്താക്കുകയായിരുന്നു ഹുസൈൻ. ഇൻസ്റ്റഗ്രാമിലെ ഗ്ലാമർ നിറഞ്ഞ ചിത്രങ്ങളും ഹുസൈന്റെ വാചകത്തിലും അവൾ അവനുമായി അടുത്തു. പെൺകുട്ടിയെ വീട്ടിൽ നിന്നും ആരും അറിയാതെ പുറത്തിറക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ പ്രതികൾ പീഡനത്തിനായുള്ള ആസൂത്രണം മുമ്പേ ആരംഭിച്ചിരുന്നു. നേരിട്ടെത്തി പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കേണ്ട ഇടം പ്രതികൾ മനസ്സിലാക്കിയിരുന്നു. ഞായറാഴ്ച രാത്രി 12 മണിക്കാണ് പെൺകുട്ടിയെ ഹുസൈൻ ആളൊഴിഞ്ഞ റബ്ബർ തോട്ടത്തിൽ എത്തിക്കുന്നത്. തുടർന്ന് പെൺകുട്ടിയെ ഹുസൈൻ പീഡിപ്പിക്കുകയായിരുന്നു. ഇത് കണ്ടു എന്ന രീതിയിലാണ് 2ഉം 3ഉം പ്രതികൾ അവിടേക്ക് വരുന്നത്. മൂവരും ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചതിനു ശേഷം തെളിവ് നശിപ്പിക്കുവാൻ വേണ്ടി പെൺകുട്ടിയെ കൊല്ലാനായി പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ഹുസൈനൊപ്പം പോകുമെന്ന് പെൺകുട്ടിയുടെ അടുത്ത സുഹൃത്തിനോട് അവൾ പറഞ്ഞിരുന്നു. ഇതറിഞ്ഞ പ്രതികൾ കൊലപാതക ശ്രമം ഉപേക്ഷിച്ചു. മറ്റു പെൺകുട്ടികളെയും സമാന രീതിയിൽ പ്രതികൾ ഇരയാക്കിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. ഈ കേസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് കമാൽ. എന്നാൽ കമാലാണ് ഏറ്റവും ക്രൂരമായി പെൺകുട്ടിയെ ഉപദ്രവിച്ചത്. ഭയക്കേണ്ടത് എന്തിനെയാണ്? സോഷ്യൽ മീഡിയ പ്രണയത്തെയോ? നാളെ ഞാനോ നീയോ ആകാതിരിക്കാൻ യുക്തിയോടെ മുന്നോട്ട് നീങ്ങാം.